എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അലിക്കാൻ്റെ ചിക്കൻ ബിരിയാണിയാണ്. അതിനു വേണ്ടി ചിക്കനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. സവാള അങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിക്ക ബിരിയാണിക്ക് ആവശ്യമായ മസാലയ്ക്ക് ആവശ്യമായ സവാളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി സെറ്റാക്കിയിട്ടുണ്ട്. മസാല തയ്യാറാക്കാണ്ട് ചെമ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. സവാള പൊരിച്ച് അതേ എണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അലിക്കന്ന് ഇത് ബിരിയാണിയാ? ഫ്രൈ ബിരിയാണിയാ? നോർമലാ? നോർമൽ ബിരിയാണിയാ? സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചതാണ്. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുഴഞ്ഞ് സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, പുതിന, തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിന് വെള്ളം ഇറങ്ങി സെറ്റായി വരും. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാക്കാൻ വേണ്ടി. ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ബാക്കി ദമ്മിൽ വെന്തോളും. അവസാനമായിട്ട് കുറച്ച് നാരങ്ങനീര്, 2 നാരങ്ങനീര് കൂടി ഒറ്റിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മസാലൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം. ബിരിയാണിക്കുള്ള റൈസിൻ്റെ പരിപാടി തുടങ്ങാം. ആദ്യം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിൽ, ബിരിയാണി സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പ്, ഏലക്ക, സാജീരകം എല്ലാം ഉണ്ട്. ബേ ലീഫ്, കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. റൈസ് വെക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നാരങ്ങനീര് ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് ഊറ്റിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കൃത്യമല്ല. കുറച്ചധികം വെള്ളം എടുക്കുക. റൈസ് വറ്റിച്ചുണ്ടാക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് സാധാരണ എടുക്കാറുള്ളത്. ഇന്ന് ഊറ്റി ഉണ്ടാക്കി നോക്കണം. ബിരിയാണിക്ക് ആവശ്യമായ റൈസ് ചേർത്ത് കൊടുക്കുക. കൈമ റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ബിരിയാണി നെയ്ച്ചോറിനൊക്കെ കൈമ റൈസ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടക്കിളക്കി കൊടുത്തിട്ടുണ്ട്. റെഡിയാണോ പാകം? വേവ് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ദമ്മിൽ വെന്തോളും. റൈസ് മുഴുവനായിട്ട് ഊറ്റിയെടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ RKG ഒഴിച്ച് കൊടുക്കുക. നല്ല പശുവിൻ നെയ്യ്, നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്നത് RKG ആണ്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അവ ചേർത്ത് കൊടുത്ത് പൊരിച്ചെടുത്ത സവാളയും മല്ലിച്ചപ്പ്, പുതിന എന്നിവയും ചേർത്ത്
നമുക്ക് ദമ്മിട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ചു വെച്ച് ദമ്മിട്ട് കൊടുക്കുക. ഇലക്ട്രിക് സ്റ്റവ് ആയതുകൊണ്ട് ചൂടെല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടി ദോശക്കല്ല് വെച്ചിട്ട് ചൂടാക്കി അതിൻ്റെ മേലെയാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. അതിന് ദമ്മ് പൊട്ടിക്കുക. 20 മിനിറ്റോളം ചെറിയ ചൂടിൽ ഓണാക്കിയിട്ടിരുന്നു. അതിൻ്റെ ശേഷം ഏകദേശം 1 മണിക്കൂറോളം അങ്ങനെ വെച്ചിട്ടാണ് ദം പൊട്ടിക്കുന്നത്. അപ്പോൾ നല്ല ചിക്കനൊക്കെ വെന്തൊക്കെ പാകമായി സെറ്റ് ആയിട്ടുണ്ടാവും. ദം പൊട്ടിച്ചാൽ തന്നെ നല്ല മണടിക്കുന്നുണ്ട്. ഇനി റൈസ് ഒന്ന് ഇളക്കി കൊടുത്ത് റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ചോറ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുത്ത് ഇനി മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. ഏതാ ചിക്കൻ ഞാൻ കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് നല്ല 2 പീസ് ചിക്കനും കുറച്ച് മസാലയും കൂടി ചേർത്താണ്ട് കഴിക്കാം. കുറച്ച് മസാല ചേർത്തിട്ടുണ്ട്. നമ്മളെ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വേവ് പാകമാണ്, മസാലയൊക്കെ സെറ്റാണ്, ചോറിൻ്റെ വേവെല്ലാം പാകമാണ്. ഇത് സലാഡ് കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ അലിഖാൻ്റെ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.